Good morning, all of you. Have a nice day. We are moving to the next problem. Problem 7. Prove that limit nth root n which is equal to 1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റൂട്ട് എൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റൂട്ടാണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 റൂട്ട് എൻ, ഫോർത്ത് റൂട്ട് എന്ന് പറയുമ്പോൾ 4 റൂട്ട് എൻ. അങ്ങനെ പറഞ്ഞു വന്നാൽ നമുക്ക് ഉള്ളതാണ് ഇവിടെ nth റൂട്ട് എൻ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സീക്വൻസ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് nth റൂട്ട് എൻ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു 1 എന്നാണ് തന്നിട്ടുള്ളത്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം, ഇതിന് തൊട്ട് മുന്നേ പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്തത് അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമുക്ക് ഇവിടെയും പറയുന്നത്. ഓക്കെ, നമ്മൾ ഏതൊരു എൻ ഗ്രേറ്റർ ദാൻ 1 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ഒരു എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ബോത്ത് സൈഡ്സിലും ഓൾ പവർ 1/n എന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത്. എൻ ഗ്രേറ്റർ ദാൻ 1 എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോത്ത് സൈഡ്സിലും നമ്മൾ ഓൾ പവർ 1/n എടുത്തു കഴിഞ്ഞാൽ nth പവർ 1/n വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 പവർ 1/n. ഓക്കെ, 1ൻ്റെ ഏതൊരു പവർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് എന്ത് തന്നെയായിരിക്കും? 1 ആണ്. അതായത് 1 പവർ 100 എന്നെടുത്താലും 1 ആണ്. 1 പവർ 1 ലെക്ക് എന്നെടുത്തു കഴിഞ്ഞാലും എന്താണ്? 1 ആണ്. 1 പവർ 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? നമുക്ക് 1 തന്നെയാണ്. അതേമാതിരി 1 പവർ 1/2 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. സോ ദെർഫോർ വി ഹാവ് ടു സേ ദാറ്റ് 1 പവർ n വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ nth റൂട്ട് n എന്നുള്ളതിനെയാണ് നമ്മൾ n പവർ 1/n എന്ന് എഴുതാറ്. അതായത് നമ്മളിപ്പോൾ റൂട്ട് n എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ n⁻²² എന്ന് എഴുതാറുണ്ട്. അതേമാതിരിയാണ് നമ്മൾ nth റൂട്ട് n എന്ന് പറയുന്നതിന് n പവർ 1/n എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ n പവർ 1/n എന്ന് പറയുന്നത് 1നേക്കാൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ് നമുക്ക് കയ്യിലുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1 പവർ 1/n n പവർ 1/n വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും? nth റൂട്ട് n എന്ന് പറയും. ഈ nth റൂട്ട് n എന്ന് പറയുന്നത് 1നേക്കാൾ വലിയ ഒരു നമ്പറാണ്. 1നേക്കാൾ വലിയൊരു നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ 1 + some hn എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. തൊട്ട് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഫോർ സം hn which is greater than or equal to 0. Therefore we have to write xn which is equal to nth root n which is equal to 1 + hn where hn greater than or equal to 0. കണ്ടീഷൻസ് ഒക്കെ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ആ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? nth റൂട്ട് n ഇറ്റ് ഈസ് ഈക്വൽ ടു 1 + hn എന്നുണ്ട്. nth റൂട്ട് n നമുക്ക് എങ്ങനെ എഴുതാം? n⁻1/n ഈസ് ഈക്വൽ ടു 1 + hn എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓൾ പവർ എന്തെടുക്കുകയാണ്? n എന്നെടുക്കുകയാണ്. രണ്ട് സൈഡിലും ഓൾ പവർ n എടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n-ഉം n കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് n വിച്ച് ഇസ് ഈക്വൽ ടു 1 + hn ഓൾ പവർ n എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. Therefore we have n is equal to 1 + hn ഓൾ പവർ n for all n belongs to n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ടാണ്. നമുക്ക് 1 + x ഓൾ പവർ n-നെ എങ്ങനെയാണോ എക്സ്പാൻഡ് ചെയ്യുന്നത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് n-നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? n is equal to we have 1 + hn ഓൾ പവർ n. By using the binomial expansion we have to expand these terms like this: 1 + nhn plus n into n-1 whole divided by 1 into 2 hn² plus etc plus hn is to n എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഈ hn എന്ന് പറയുന്നത് h സഫിക്സ് n-ലാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി എന്താണ്? n ഇൻറ്റു എന്ന് പറയുന്നതാണ്. ഓക്കെ, ഈ hn എന്ന് പറയുന്നത് നമ്മളെ ഡിനോട്ട് ചെയ്യുന്നത്, അതായത് ഒരു പെർട്ടിക്കുലർ n-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള h വാല്യൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, hn എന്ന് പറയുന്നത് ഇവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ x1 എന്നെടുക്കുമ്പോൾ ഇവിടെ h1 ആയിരിക്കും, x2 എന്നെടുക്കുമ്പോൾ h2 ആയിരിക്കും, x3 എന്നെടുക്കുമ്പോൾ h3 ആയിരിക്കും. മാറി പോകരുത്, n h-ന്റെ സഫിക്സിലാണ് n എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി 1 + h ഓൾ പവർ n വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ഈ ഒരു ടേം മാത്രം ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 + h ഓൾ പവർ n എന്ന് പറയുന്നത് ഈ ഒരു ടേമിനേക്കാളും എന്തായിരിക്കും? വലുതായിരിക്കും അല്ലേ? 1 + hn ഇസ് ഈക്വൽ ടു ഈ ടേമിൻ്റെ കൂടെ ഒരുപാട് ടേംസ് ആഡ് ചെയ്തതാണ് നമുക്ക് 1 + h ഓൾ പവർ n എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ പെർട്ടിക്കുലർ ഈ ഒരു ടേമിനെ മാത്രം കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ടേമിനേക്കാൾ വലുതായിരിക്കും എന്ത്? 1 + hn ഓൾ പവർ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം
പ്രകാരമാണ് നമ്മളിവിടെ പറയുന്നത് വിച്ച് ഈസ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ n ഇൻറ്റു n മൈനസ് 1 വോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 hn സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത് ഫോർ ഓൾ m സിൻസ് hn വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കാരണം hn എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, കാരണം നമ്മൾ ഇൻറ്റു hn സ്ക്വയർ എന്ന് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെയാണുള്ളത് n ഗ്രേറ്റർ ദാൻ n ഇൻറ്റു n മൈനസ് 1 വോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 hn സ്ക്വയർ എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് hn സ്ക്വയറിനെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, hn സ്ക്വയറിനെ ഇവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെ പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതായത് n വോൾ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. ഇവിടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ നമുക്ക് എന്ത് വരും, hn സ്ക്വയർ എന്ന് വരും. എന്നും എന്നോടെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ hn സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനൊന്ന് അറേഞ്ച് ചെയ്തതാണ് hn സ്ക്വയർ, ഈ ആരോ ഇതിങ്ങനെ പറയുന്നതാണ് വിച്ച് ഈസ് ലെസ് ദാൻ 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 കിട്ടി. അങ്ങനെയാണ് നമുക്കിവിടെ hn സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുകയാണ്, നമുക്ക് hn മാത്രം കിട്ടാനാണ്. hn കിട്ടാൻ വേണ്ടി ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഓൾ പവർ 1/2 എന്നുള്ളത് എടുക്കുക. ഇനി വരുമ്പോൾ ഈ 2 2യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും hn വിച്ച് ഈസ് സ്ട്രിക്ട്ലി മോഡ് hn എന്ന് എടുക്കുകയാണ്. അതായത് പോസിറ്റീവ് വാല്യൂ എന്നുള്ള ഒരു മീനിങ്ങിൽ മാത്രമേ എടുക്കുള്ളൂ. മോഡ് hn വിച്ച് ഈസ് ലെസ് ദാൻ 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഓൾ പവർ 1/2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. നമ്മൾ എക്സ് പവർ 1/2 എന്ന് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് എഴുതാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 ഓൾ പവർ 1/2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുക, ആലോചിച്ച് നോക്കുക, റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 വേർ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് റിലേഷൻ കിട്ടി, വി ഹാവ് ടു ഗെറ്റ് മോഡ് hn വിച്ച് ഈസ് ലെസ് ദാൻ റൂട്ട് 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 വെൻ n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. n-2 വലുതായി കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നടക്കുള്ളൂ. എന്താണ് ഇപ്പോൾ n ലെസ് ദാൻ 2 ആയി കഴിഞ്ഞാൽ ഉണ്ടാവുക അല്ലേ. n ഇവിടെ 1 കൊടുത്തു എന്ന് വെച്ചാൽ 1 മൈനസ് 1 0 കൊണ്ടുള്ള ഡിവിഷൻ നമുക്ക് പോസിബിൾ അല്ല. n-ന് മൈനസ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഓക്കെ ഓൾറെഡി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന കണ്ടീഷൻസ് പറയുന്നത്. നമുക്ക് ഇതൊന്നല്ല കാണിക്കാനുള്ളത്, നമുക്ക് എന്താ കാണിക്കാനുള്ളത്, ഡെഫിനിഷൻ പ്രകാരം ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പ്രൂഫ് എന്ന് പറയുന്നത് ശരിക്കും എവിടുന്നേ തുടങ്ങുന്നുള്ളൂ, ഇനി പറയാൻ പോകുന്ന അവിടുന്ന് മുതലാണ് ശരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ടു ഷോ ദാറ്റ് ലിമിറ്റ് n പവർ 1/n ഓർ ലിമിറ്റ് nth റൂട്ട് ഓഫ് n. രണ്ട് തന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലിമിറ്റ് n പവർ 1/n എന്ന് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ലിമിറ്റ് nth റൂട്ട് ഓഫ് n എന്ന് കണ്ടു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഈ പ്രൂഫിൻ്റെ ഇത് എന്ന് പറയുന്നത് ഇതേ ഔട്ട്ലൈൻ തന്നെയാണ്. ഓക്കെ, രണ്ടും സെയിം ആണ്. ഓക്കെ, so corresponding to epsilon greater than 0 we have to find a natural number k such that mod n power 1/n minus 1 which is less than epsilon for all n which is greater than or equal to k എന്നാണ് നമുക്ക് കാണിക്കുന്നത് അല്ലേ. അതായത് ഒരു പെർട്ടിക്കുലർ k നമ്മൾ ചൂസ് ചെയ്ത് ആ kക്ക് മുകളിലുള്ള ഏതൊരു നാച്ചുറൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും n ആയിട്ട് ഏതൊരു നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് അതായത് ലിമിറ്റ് ഓഫ് n പവർ 1/n is equal to 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമാതിരി ഒരു k കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ ഡൺ. നമുക്ക് പറയാം ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു 1. ഇതുമാതിരി ഒരു k കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിലോ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 1. അതായത് ലിമിറ്റ് ഓഫ് n പവർ 1/n വിച്ച് ഈസ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് ആ ഒരു കേസിൽ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഒരു ഇനീക്വാളിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഇനീക്വാളിറ്റി, മോഡ് hn വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ റൂട്ട് ഓഫ് 2 ഡിവൈഡഡ് ബൈ n മൈനസ് 1 എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് കമ്പ്യൂട്ട് ചെയ്യാണ് മോഡ് n പവർ 1/n മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് hn എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കണ്ടീഷനാണ് എടുത്ത് പോകുന്നത്. മോഡ് n പവർ 1/n മൈനസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡ് hn എവിടുന്നാണ് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് hn എന്ന് കിട്ടിയിട്ടുള്ളത്. അത് ഇവിടെ നോക്കുക, എന്താണ്
അതായത് nth റൂട്ട് n which is equal to 1 plus hn, that is n power 1 by n which is equal to 1 plus hn എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n power 1 by n minus 1 is equal to നമുക്ക് എന്ത് പറയാൻ പറ്റും, hn. മോഡുലസ് രണ്ട് സൈഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡുലസ് ഓഫ് n power 1 by n minus 1 which is equal to mod hn എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ മോഡുലസ് ഓഫ് n power 1 by n minus 1 which is equal to mod hn which is strictly less than epsilon എന്ന് പറയാൻ പറ്റുക. എപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ ഉണ്ട്, എന്താണ് ഈ mod hn എന്ന് പറയുന്നത് which is less than, നമ്മൾ എന്താ ഇവിടെ എഴുതിയിരിക്കണേ, mod hn which is less than root of 2 divided by n minus 1. therefore if root of 2 divided by n minus 1 which is strictly less than epsilon എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് നമുക്ക് n greater than എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കണം. ഇതിന് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബോത്ത് സൈഡ്സും സ്ക്വയർ ചെയ്യുക. ബോത്ത് സൈഡ്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരിക, 2 divided by n minus 1 അല്ലേ. ഈ റൂട്ടിന് പകരം നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 1/2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, വോൾ പവർ വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്ത് വരും, എപ്സിലോൺ സ്ക്വയർ. സോ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്ത് വരും, 2 divided by n minus 1 which is less than എപ്സിലോൺ സ്ക്വയർ. നമുക്ക് ഈ ഡിവൈഡഡ് ബൈ n minus 1 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും, 2 divided by അവിടുത്തെ എപ്സിലോൺ സ്ക്വയർ ഞാൻ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, 2 divided by എപ്സിലോൺ സ്ക്വയർ വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് എന്ത് വരും, n minus 1 എന്ന് വരും. ഓക്കെ, ആ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും, 2 divided by എപ്സിലോൺ സ്ക്വയർ പ്ലസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ n എന്ന് പറയാം. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്ത് വരും, n greater than 1 plus 2 divided by epsilon square. that is by choosing k to be the positive integer which is just greater than എന്തിനേക്കാളും 1 plus 2 divided by epsilon square. അതായത് നമുക്കിവിടെ കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്, n greater than 1 plus 2 divided by epsilon square. അപ്പോൾ k എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യാം, ഈ ഒരു നമ്പറിനെ തൊട്ട് മുകളിലുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് ചൂസ് ചെയ്യാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ കിട്ടും, we have n greater than k which implies that n greater than 1 plus 2 divided by epsilon square which implies that root of 2 divided by n minus 1 which is less than epsilon imply that mod n power 1 by n minus 1 less than epsilon. that is we have to conclude that mod n power 1 by n minus 1 which is less than epsilon if n greater than k, then by the definition of limit of a sequence we can conclude that limit n power 1 by n which is equal to 1 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മുകളിൽ ഓൾറെഡി എഴുതി വെച്ച കാര്യങ്ങൾ റിവേഴ്സ് ആയിട്ടൊന്ന് പറഞ്ഞു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. therefore we have get limit n power 1 by n is equal to 1, that is limit nth root of n is equal to 1. രണ്ട് കണ്ടു കഴിഞ്ഞാലും ഒരേ പ്രൂഫാണ്, മാറിപ്പോകരുത്. ഓക്കെ, now we are moving to the next problem. Problem 8. Using the definition of convergence, prove that the sequence an where an is equal to n which is diverges എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സീക്വൻസ്, ഒരു an എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. an എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, സീക്വൻസ് an വിച്ച് ഈസ് ഈക്വൽ ടു സീക്വൻസ് n. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ സീക്വൻസ്, അതായത് 1 2 3 4 5 6 എക്സെട്ര ഇങ്ങനെ പോകണു അല്ലേ. അപ്പോൾ ഇത് n ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് എന്തിലോട്ടാ പോവാം, ഇൻഫിനിറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യുക അല്ലേ. ലാർജ് വാല്യൂസിന് എന്താ പറയുക, 100 എന്ന് പറയും. അതായത് ഇതിലെ ഒരു പെർട്ടിക്കുലർ ടൈല്, അതായത് ഈ ഒരു സീക്വൻസിൽ ഏതെങ്കിലും ഒരു പോർഷൻ ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷം, ഇപ്പം ഞാൻ ഒരു n 100 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 ശേഷമുള്ള എല്ലാ ടേംസും എന്ന് പറയുന്നതും ഒരു പെർട്ടിക്കുലർ നമ്പറിലോട്ടാണ് പോണത് അല്ല അല്ലേ. 100 കഴിഞ്ഞാൽ 100.1 100.2 അങ്ങനെ പോയിട്ട് ലാക്ക് 10 ലാക്ക് 10 കോസ് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പറിലോട്ടല്ല പോകുന്നത്, അതൊരു ഫിക്സഡ് നമ്പറിലോട്ടായിരുന്നു പോകുന്നതെങ്കിൽ നമുക്ക് ആ സീക്വൻസ് എന്തായിരുന്നു എന്ന് പറയായിരുന്നു, കൺവേർജസ് ആണെന്ന് പറയായിരുന്നു. സോ നമുക്ക് അറിയുന്ന കാര്യമാണ് ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈവേർജസ് ആണ് എന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇതെന്താണ്, ഇതാണ് ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഷോ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് എ എൻ ഡൈവേർജസ്. നമുക്ക് സീക്വൻസ് എ എൻ എന്ന് പറയുന്നത് ഡൈവേർജസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, അതിൻ്റെ നെഗേഷൻ. എന്താണ് അതിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ എൻ ഡൈവേർജസ് ആണെന്ന് കാണിക്കാനാണ്. അപ്പം നമ്മൾ അതിൻ്റെ നെഗേഷൻ എടുക്കുക, എന്തെടുക്കുക, എ എൻ കൺവേർജസ് ആണെന്ന് എടുക്കുക. എ എൻ കൺവേർജസ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അതായത് നമ്മൾ പറയുകയാണ് എ എൻ കൺവേർജസ് ആണെന്ന് വാദിച്ച് പോവുക, അപ്പം നമുക്ക് എന്തോ ഒരു തെറ്റ് വരും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വാദിച്ച് വന്ന് നമുക്ക് ചില മൊമെന്റിൽ തോന്നാറുണ്ട് പറഞ്ഞ് തെറ്റിപ്പോയി എന്ന്. അങ്ങനെ ഒരു തെറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ആ കാര്യം എന്തായിരുന്നു, എ എൻ ഇസ് ഈക്വൽ ടു എൻ എന്നായിരുന്നു. അതെന്തായിരിക്കണം, ഡൈവേർജസ് ആയിരിക്കണം. ഇത്രയായിരുന്നു നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം, ദ സീക്വൻസ് എ എൻ കൺവേർജസ് ടു ദ ലിമിറ്റ്. നമുക്ക് ഡൈവേർജസ്
ഡൈവേർജസ് എന്നാണ് കാണിക്കേണ്ടത്, പക്ഷെ നമ്മൾ എന്താ എടുക്കുന്നത്, കൺവേർജസ് ആണെന്ന് എടുത്തു അല്ലേ. ഒരു സീക്വൻസ് കൺവേർജസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവേർജിങ് ടു എ പോയിന്റ് എന്ന് പറയണം അല്ലേ. ആ പോയിന്റിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയാറ്. സോ നമ്മൾ ഏതിലോട്ടാണ് സീക്വൻസ് എ കൺവേർജസ് ആണെന്ന് പറയുന്നത്, എയിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന ഏതോ ഒരു നമ്പറാണ്, നമുക്കറിയില്ല, ആ നമ്പറിലോട്ട് നമ്മൾ കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു എ, ദാറ്റ് ഈസ് ലിമിറ്റ് എ എൻ ഇസ് ഈക്വൽ ടു എ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പം നമ്മളൊക്കെ ലിമിറ്റ് എ എൻ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ അല്ലേ, ഡെഫിനിഷൻ ഓഫ് ദ ലിമിറ്റ് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, then by the definition corresponding to any epsilon greater than 0, ഏതൊരു എപ്സിലോണും സീറോനേക്കാൾ മുകളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ 0.1 0.2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ we are able to find a natural number k of epsilon, അതായത് we have to able to find a natural number k എന്നാണ് നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ k of epsilon എന്ന് എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്നാ പറയുന്നത്. ഞാനിപ്പോൾ എപ്സിലോൺ 0.1 ചൂസ് ചെയ്തു, നിങ്ങൾ എപ്സിലോൺ എന്ന് പറയുന്നത് 0.2 ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എപ്സിലോൺ 0.1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ കെ ആണ് കിട്ടുക. നിങ്ങൾക്ക് 0.2 ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വേറൊരു നാച്ചുറൽ നമ്പർ കെ ആയിരിക്കും കിട്ടുക. സോ അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സച്ച് ദാറ്റ് ദ കണ്ടീഷൻ എങ്ങനെയായിരിക്കും, മോഡ് എ എൻ മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യാണ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 എന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നാച്ചുറൽ നമ്പർ എന്തായിരിക്കും, there exists an integer k which is equal to k of 1. അതായത് നമ്മൾ ഈ k of 1 നെട്ടിപ്പരത്തി എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് k എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ റെപ്രസെന്റ് ചെയ്യണത്. സോ k is equal to k of 1 such that mod an minus a which is strictly less than 1. അതായത് ഈ കണ്ടീഷനിൽ നമ്മൾ എപ്സിലോണിന് പകരം എന്ത് ഉപയോഗിച്ചു, 1 ഉപയോഗിച്ചു. സോ mod an minus a which is less than 1 for all n which is greater than or equal to k. ഏതൊരു n greater than or equal to k എടുത്തു കഴിഞ്ഞാലും ആ കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ കണ്ടീഷൻ എടുത്ത് പോവുകയാണ്, മോഡ് എ എൻ മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മോഡ് എൻ മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ 1 എന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് മോഡ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു റിസൾട്ടാണ് മൈനസ് എൽ വിച്ച് ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ നമുക്ക് എൽ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് മോഡ് എൻ മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ 1 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, -1 വിച്ച് ഈസ് ലെസ് ദാൻ n മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ 1 എന്ന് വരും അല്ലേ. ഞാൻ ഈ ഇനീക്വാലിറ്റീൻ്റെ കൂടെ എല്ലാ ടേമിലും ഞാനൊരു പ്ലസ് എ ആഡ് ചെയ്യാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് വരും, a-1 ഈ ടേമിൻ്റെ കൂടെ ഞാനൊരു പ്ലസ് എ ആഡ് ചെയ്തു, ഇവിടെയും പ്ലസ് എ എന്ന് ആഡ് ചെയ്തു. അപ്പം മൈനസ് എ കൂടിയും പ്ലസ് എ കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. സോ നമുക്ക് എന്ത് കിട്ടും റിസൾട്ട്, a-1 വിച്ച് ഈസ് ലെസ് ദാൻ n ലെസ് ദാൻ a+1 എന്ന് കിട്ടി അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി, n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k, അതായത് n എന്ന് പറയുന്നത് ഏതോ ഒരു നാച്ചുറൽ നമ്പറിന് ശേഷം ഉള്ള ഒരു n, അതായത് ഒരു പെർട്ടിക്കുലർ ടൈലിന് ശേഷമുള്ളത് എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള ഏതൊരു n ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ n എന്ന് പറയുന്നത് a-1ൻ്റെയും a+1ൻ്റെയും ഉള്ളിൽ കിടക്കും എന്ന് പറഞ്ഞു. ഈ n എന്ന് പറയുന്നത് നമ്മൾ എന്താ ചൂസ് ചെയ്തത്, നാച്ചുറൽ നമ്പേഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്, നമ്മുടെ 10, 100, 1000 എന്നൊക്കെ പറയുന്നതാ. അപ്പോൾ ഈ 1000 എന്നൊക്കെ പറയുന്നത് അതായത് ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും, ഇവിടെ അങ്ങനെയല്ലേ കണ്ടീഷൻ പറഞ്ഞത്, ഏത് ഇപ്പം ഞാൻ k എന്ന് പറയുന്നത് ഒരു 1000 ചൂസ് ചെയ്തു എന്ന് വിചാരിച്ചോ, അപ്പോൾ 1000ന് ശേഷമുള്ള ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും 1001, 1002 അങ്ങനെ 1 lakh വരെയുള്ള എല്ലാ നമ്പർ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ a-1ൻ്റെയും a+1ൻ്റെയും ഇൻബിറ്റ്വീൻ ആയിട്ട് കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ, ഇല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഈസ് നോട്ട് ബൗണ്ടഡ്. നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ബൗണ്ടഡ് അല്ല അല്ലേ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിന്, ഏതെങ്കിലും 1, 2 എന്നിന് ഈ കണ്ടീഷൻ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷേ എല്ലാ എന്നിനും ഇത് കണ്ടീഷൻ ശരിയാവോ, ഇല്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഒരു കോൺട്രഡിക്ഷൻ കിട്ടി അല്ലേ. കോൺട്രഡിക്ഷൻ പറഞ്ഞാൽ എന്താ, ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ കാരണം, നമ്മളെടുത്ത അസംഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. എന്തായിരുന്നു നമ്മളെടുത്ത അസംഷന്, നമ്മൾ പറഞ്ഞത് ദാറ്റ് സീക്വൻസ്, അതായത് സീക്വൻസ് n എന്ന് പറയുന്നത്, അതായത് സീക്വൻസ് an വിച്ച് ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്ന ആ സീക്വൻസ് നമ്മൾ കൺവേർജസ് ആണ്, a എന്ന് പറയുന്ന പോയിന്റിലോട്ട് അത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ ആ അസംഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. അതുകൊണ്ട് therefore we can conclude that the sequence an which is diverges എന്ന് പറഞ്ഞു. ഓക്കെ, അതിനാണ് ഇവിടെ വേർഡ്സിൽ എഴുതിയിട്ടുള്ളത്, വായിച്ചു നോക്കാം. ഓക്കെ,
ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഷോ ദാറ്റ് ദ സീക്വൻസ് -1 ഓൾ പവർ n ഈസ് ഡൈവേർജന്റ്. ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയുന്നത് ഡൈവേർജന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൈവേർജന്റ്? ആദ്യം നമുക്ക് ഈ സീക്വൻസ് എന്താണെന്ന് നോക്കണ്ട അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ വരും -1 ഓൾ പവർ 1, -1 ഓൾ പവർ 2, -1 ഓൾ പവർ 3, അതേമാതിരി തന്നെ -1 ഓൾ പവർ 4 എക്സെട്ര അങ്ങനെ പോകുന്നു അല്ലേ. -1 ഓൾ പവർ 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ -1, -1 ഓൾ സ്ക്വയർ പറഞ്ഞാൽ എന്താ -1 ഇൻറ്റു -1, അത് പറഞ്ഞാൽ എന്താ വരും 1. പിന്നെ അടുത്തത് -1 ഓൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ -1 ഇൻറ്റു -1 ഇൻറ്റു -1, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും -1. അടുത്ത ടേം എന്തായിരിക്കും +1 -1 +1, ഇങ്ങനെയാണ് ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ഏതൊരു ടൈലും ഞാൻ പറയട്ടെ, ഏതൊരു പെർട്ടിക്കുലർ ഇതിൻ്റെ എൻഡിലോട്ടുള്ള അവസാനത്തോട്ടുള്ള ടൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക +1 -1 +1 -1 +1 -1 ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് അത് കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ നോട്ട് അടുത്ത് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ, പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സീക്വൻസ് ഡൈവേർജസ് ആണ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെയാണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നതും ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നെഗേഷൻ എടുക്കുന്നു. നെഗേഷൻ അതായത് നമുക്ക് കൺവേർജസ് എന്നാണ് ഡൈവേർജസ് എന്നാണ് കാണിക്കേണ്ടത്. സോ ഇഫ് പോസിബിൾ ടു ലെറ്റ് കൺവേർജസ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. ടു പ്രൂവ് ദാറ്റ് സീക്വൻസ് x is equal to -1 all power 1 n is divergent, we assume the negation. If possible, let the sequence x converges to the limit a. ഓക്കെ, നമ്മൾ ഒരു എ എന്ന് പറയുന്നത് നമ്മൾ പറയുക എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു ഏതെങ്കിലും ഒരു ലിമിറ്റ് എ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് വിൽ ബി ഈക്വൽ ടു എ. ദെൻ ബൈ ദ ഡെഫിനിഷൻ വി ഹാവ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് ടു ഏബിൾ ടു ഫൈൻഡ് എ നാച്ചുറൽ നമ്പർ k ഓഫ് എപ്സിലോൺ സച്ച് ദാറ്റ് മോഡ് -1 ഓൾ പവർ n - a വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന്. അപ്പം നമ്മൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്ത് ചൂസ് ചെയ്യാണ്, 1 ആയിട്ട് ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെയുള്ള ഇൻറ്റീജറിനെ നമുക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? k is equal to k of 1 എന്ന് പറയാൻ പറ്റും. such that mod -1 all power n - a which is less than 1 എന്ന് പറയണം അല്ലേ, for all n which is greater than or equal to k. ഇനി നമുക്കിവിടെ രണ്ട് കണ്ടീഷനാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്, അതായത് n എന്ന് പറയുന്നത് നമുക്ക് എന്താവാം ഓഡ് പവേഴ്സ് വരെ അല്ലേ, 1 3 4 5 അങ്ങനെ ഈവൻ പവേഴ്സും വരെ. അപ്പോൾ നമ്മൾ n എന്ന് പറയുന്ന ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണെന്ന് എടുക്കുക അല്ലേ. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പർ എടുക്കുമ്പോൾ -1 ഓൾ പവർ 1 എന്ന് പറഞ്ഞാൽ എന്താ -1, -1 ഓൾ പവർ 3 എന്ന് പറഞ്ഞാൽ എന്താ -1, -1 ഓൾ പവർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് വരുന്നത് -1, അങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, n ഒരു ഓഡ് നാച്ചുറൽ നമ്പർ എടുക്കുകയാണ് ഗ്രേറ്റർ ദാൻ k. ദെൻ ദി ഇനീക്വാളിറ്റി 1, അതായത് ഈ ഒരു ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിട്ട് മാറും, -1 ഓൾ പവർ n, അതിന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, -1 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ മോഡ് -1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പ്രകാരം ഇവിടെ എന്ത് കിട്ടി, മോഡ് -1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും, -1 വിച്ച് ഇസ് ലെസ് ദാൻ -1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1. അതായത് നമ്മൾ മോഡ് x വിച്ച് ഇസ് ലെസ് ദാൻ l എന്നുണ്ടെങ്കിൽ -l വിച്ച് ഇസ് ലെസ് ദാൻ x ലെസ് ദാൻ l എന്ന് എഴുതണ മാതിരിയാണ് എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഇനീക്വാളിറ്റീൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഞാനൊരു +1 എന്ന് -1 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. പറഞ്ഞതിൽ ഒരു എറർ ഉണ്ട്. ഈ ഇനീക്വാളിറ്റീൻ്റെ കൂടെ ഞാൻ +1 ആഡ് ചെയ്യും. അപ്പോൾ -1 +1 വിച്ച് ഇസ് ലെസ് ദാൻ -1 - a +1 വിച്ച് ഇസ് ലെസ് ദാൻ 1 +1 എന്ന് വരും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും, -1 +1 വരുമ്പോൾ 0 ലെസ് ദാൻ -1 +1 കൂടി ക്യാൻസൽ ചെയ്തുകൊണ്ട് a വിച്ച് ഇസ് ലെസ് ദാൻ 2 എന്ന് പറയും അല്ലേ. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഇനീക്വാളിറ്റീൻ്റെ ത്രൂ ഔട്ട് എല്ലാ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താകും, ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ വരും, -2 വിച്ച് ഇസ് ലെസ് ദാൻ a ലെസ് ദാൻ 0 എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയും കണ്ടീഷൻ എടുത്ത് നമ്മൾ അവിടെ വെച്ചു. ഇനി നമ്മൾ അടുത്തത് എടുക്കുകയാണ്, n എന്ന് പറയുന്നത് ഒരു ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അല്ലേ, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ -1 ഓൾ പവർ n എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഇപ്പോൾ -1 ഓൾ പവർ 2 ആണെന്നെങ്കിൽ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും വരും, ഓൾ പവർ 4 ആണെങ്കിൽ 1 വരും, ഓൾ പവർ 6 ആണെങ്കിലൊക്കെ ഇത് തന്നെ വരിക 1. ഇപ്പോൾ നമുക്ക് ആ ഇനീക്വാളിറ്റി 1ലുള്ള ഇനീക്വാളിറ്റി എങ്ങനെ വരും, മോഡ് 1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മോഡ് 1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് -1 വിച്ച് ഇസ് ലെസ് ദാൻ 1 - a വിച്ച് ഇസ് ലെസ് ദാൻ 1. ഇതിൻ്റെ കൂടെ നമ്മളൊരു -1 ആഡ് ചെയ്യുക. സോ നമുക്ക് ഈ
ഈക്വാലിറ്റി കിട്ടും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഈ ഈക്വാലിറ്റിയിൽ നമ്മൾ ഈക്വാലിറ്റി അല്ല ഇനീക്വാലിറ്റി കിട്ടും. അതിനെ വീണ്ടും നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 0 ലെസ് ദാൻ a ലെസ് ദാൻ 2 എന്ന് പറയും. അപ്പം നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി അല്ലേ? എന്തായിരിക്കണം? a -2ൻ്റെയും 0ൻ്റെയും ഇടയിലായിരിക്കണം എന്നും അതേമാതിരി തന്നെ a എന്ന് പറയുന്നത് 0ൻ്റെയും 2ൻ്റെയും ഇടയിലായിരിക്കണം. രണ്ടും കൂടി ഒരുമിച്ച് നടക്കുമോ? അല്ലേ? നടക്കില്ല. അങ്ങനെയുള്ള ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് k എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് -2ൻ്റെയും 0ൻ്റെയും ഇടയിലും അതേമാതിരി തന്നെ 0ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഒരു നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി. എന്തുകൊണ്ടാണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയത്? നമ്മൾ പറഞ്ഞ അസംഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയി. എന്തായിരുന്നു നമ്മൾ പറഞ്ഞ അസംഷൻ? നമുക്ക് തന്നിരുന്ന സീക്വൻസ് കൺവേർജസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഈ സീക്വൻസ് എന്തല്ല? കൺവേർജസ് അല്ല. therefore we can say that the sequence x is equal to -1 all power n എന്ന് പറയുന്നത് ഡൈവേർജസ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ അടുത്തത് പറയാൻ പോവുകയാണ് ടൈൽ ഓഫ് എ സീക്വൻസ് എന്ന്. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞുള്ള കുറേ കാര്യങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈലിന് ശേഷം എന്ന് പറയുന്നു. അപ്പോൾ അതെന്താണെന്നാണ് ഇനി നമ്മൾ ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ പറയുന്നത് അതാണ് ടൈൽ ഓഫ് എ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് x1 x2 എക്സെട്രാ ടു xn ബി എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ വിളിക്കുക? x1 x2 x3 x4 എക്സെട്രാ x5 x10 അങ്ങനെ x100 എന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. അതിലേക്ക് എം ബി ദ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു. എം ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ നമ്മൾ ചൂസ് ചെയ്യാം. 10 11 15 20 എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എം ടൈൽ ഓഫ് എസ് ഈസ് ദ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് എം ടൈൽ ഓഫ് എസ് അല്ല എക്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ സീക്വൻസിൻ്റെ എം ടൈൽ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് എക്സ് എം എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് എം പ്ലസ് എൻ സച്ച് ദാൻ എൻ ബിലോങ്സ് ടു എൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് പറയുകയാണ്? എക്സ് എം പ്ലസ് 1 എക്സ് എം പ്ലസ് 2 എക്സെട്രാ എന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ നേരത്തെ എടുത്ത സീക്വൻസ് ആണ് x1 x2 x3 ഇങ്ങനെ എഴുതിപ്പോയി. ഇവിടെ ഒരു x10 ഉണ്ട്. ഇനി ഞാൻ ഇങ്ങനെ കുറച്ചുകൂടി എഴുതി പോയിട്ട് ഞാൻ പറയുകയാണ് എക്സ് എം ഉണ്ട്. അടുത്ത ടേം എന്തായിരിക്കും? എക്സ് എം പ്ലസ് 1. ഇനി അടുത്ത ടേം എന്തായിരിക്കും? എക്സ് എം പ്ലസ് 2. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇനി അടുത്തത് എന്താണ്? എക്സ് എൻ ഉണ്ട്. ഇങ്ങനെ പോയിട്ട് കുറേ ടേംസ്. ഇങ്ങനെയാണ് ഈ സീക്വൻസിലെ ടേം. അപ്പോൾ എം ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടേംസിന് എടുത്തിട്ട്, അതായത് ഈ ഒരു സീക്വൻസ് ആണ്, ഇതാണ് എക്സ് എന്ന് പറയുന്ന ഒരു സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ എം ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് ശേഷമുള്ള ടേംസിനെ നമ്മൾ എടുത്ത് എഴുതുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന് 2 ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുതലായിരിക്കും, അതായത് ഇവിടുന്ന് മുതലുള്ള എല്ലാ ടേംസ് ഇത്. 10 ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ടേംസിനെയും കൂടി എടുത്ത് എഴുതുന്നത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഒരു സീക്വൻസ് പറയുകയാണ്. ഇവിടെ ഏതാണ് സീക്വൻസ്? ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. 2, 4, 6, അങ്ങനെ എക്സെട്ര 2n എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 ടൈൽ പറയുകയാണ്. 3 ടൈൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതലായിരിക്കും 1 2 3 അല്ലേ. പിന്നെ ഇത് 3 ഈ 3 ടേമിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസിനെയും കൂടി എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും? 3 ടൈൽ എന്ന് പറയും. ആ 3 ടൈലാണ് നമ്മളിവിടെ ഇവിടെ 8 10 എക്സെട്ര അപ് ടു 2n + 6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് പറയുകയാണ്? ഒരു സീക്വൻസിൻ്റെ എം ടൈൽ എന്താന്ന് പറയുക. അപ്പോൾ ഡിഫൈൻ എം ടൈൽ ഓഫ് എ സീക്വൻസ് ആൻഡ് ആൾസോ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ഇറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന നിങ്ങളുടെ ഇതിൽ പ്രാവശ്യം എക്സാമ്പിൾസ് ഒക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിയലൈസ് ദാറ്റ് ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് എ സീക്വൻസ് എക്സ് എൻ ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ അൾട്ടിമേറ്റ് ബിഹേവിയർ ഓഫ് ദ ടേംസ്. ദിസ് മീൻസ് ദാറ്റ് ദ സീക്വൻസ് ആൻഡ് ഇറ്റ് ടൈൽ കൺവേർജ് ഓർ ഡൈവേർജ് ടുഗെദർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോയി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ടൈലിന് ശേഷമുള്ള സീക്വൻസിൻ്റെ എല്ലാ ടേംസും ഒരേ വാല്യൂയിലോട്ട് അടുത്ത് പോവുകയാണെങ്കിൽ ആ സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജ് ആണെന്നും, ഒരേ ടേമിലോട്ടല്ല അതൊക്കെ പോകുന്നതെങ്കിൽ അത് ഡൈവേർജൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ കൺവേർജൻസും ഡൈവേർജൻസും പറയുക എന്തിനായിട്ടാണ്? ഒരു സീക്വൻസിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈൽ, അതാണ് നമ്മൾ KBN നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എം ആണ് ചൂസ് ചെയ്തതെങ്കിൽ എം ടൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ 3 ടൈലാണ് പറഞ്ഞെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ളത്, അങ്ങനെ നമ്മൾ ഏതെങ്കിലും ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷമുള്ള എല്ലാ ഭാഗങ്ങളും ആ സീക്വൻസിൻ്റെ എല്ലാ ടൈൽ എന്ന് പറയുന്നതും കൺവേർജസ് ആണോ ഡൈവേർജ്, അതിൻ്റെ ബിഹേവിയർ നോക്കിയിട്ടാണ് നമ്മളൊരു സീക്വൻസ് കൺവേർജ് ആണോ ഡൈവേർജൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയുകയാണ്, തിയറം പറയുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ലെറ്റ് എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്ന ആ സീക്വൻസിനെ ഡിനോട്ട് ചെയ്യാണ്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ബി എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ
ആൻഡ് ലെറ്റ് എം ബിലോങ്സ് ടു എൻ, അതായത് ഏതോ ഒരു നാച്ചുറൽ നമ്പർ എം നമ്മൾ ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എം ടൈൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇപ്പോൾ ഡെഫിനിഷൻ പ്രകാരം എഴുതാൻ പറ്റുക? എക്സം വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സം പ്ലസ് എൻ such that n belongs to n of x converges if and only if x converges. ഓക്കെ, അപ്പം എന്താ പറയുന്നത്? എക്സ് കൺവേർജസ് ആണെന്നുണ്ടെങ്കിൽ എം ടൈൽ കൺവേർജസ് ആയിരിക്കും, എം ടൈൽ കൺവേർജസ് ആണെന്നുണ്ടെങ്കിൽ എക്സ് കൺവേർജസ് ആണ് എന്നാണ്. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കിനി ഒരു സീക്വൻസ് എക്സ് കൺവേർജസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? എം ടൈൽ കൺവേർജസ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എം ടൈൽ ഓഫ് എ ഗിവൺ സീക്വൻസ് ഈസ് കൺവേർജസ് എന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആ തന്ന സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺവേർജസ് ആയിരിക്കും. അപ്പം എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പം അടുത്ത പ്രൂഫ് പറയുന്നത് എങ്ങനെയാണ്? വി നോട്ട് ദാറ്റ് ഫോർ എനി പി ബിലോങ്സ് ടു എൻ, ഏതോ ഒരു നാച്ചുറൽ നമ്പറിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാണ് പി എന്ന് പറഞ്ഞിട്ട്. ദെൻ ദ പീത്ത് ടേം ഓഫ് എക്സം എന്ന് പറയുന്നത് അല്ലേ, അതായത് എക്സം എന്ന് പറയുന്ന ആ എം ടൈൽ, അതായത് എക്സം എന്ന് പറയുന്ന സീക്വൻസിന്റെ പീത്ത് ടേം എന്ന് പറയുന്നത് ഈസ് ദ പി പ്ലസ് എംത്ത് ടേം ഓഫ് എക്സ് എന്നായിരിക്കും. സോറി, മാറിപ്പോയതാണ്. പീത്ത് ടേം ഓഫ് എക്സം എന്ന് പറയുന്നത്, അതായത് ആ ടെയിൽ എഴുതുന്ന സീക്വൻസിലെ പീത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്ന ഒറിജിനൽ സീക്വൻസിൻ്റെ എന്തായിരിക്കും? പി എം പ്ലസ് വൺത്ത് ടേം ആയിരിക്കും. ഇപ്പം ഞാൻ വെറുതെ ജസ്റ്റ് ഒരു സീക്വൻസ് എഴുതാണ് 1 2 3 4 5 6 എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടൈൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് ടൈൽ ചൂസ് ചെയ്തിട്ടുള്ളതാണ് ഒറിജിനൽ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ടൂത്ത് ടേം ഓഫ് ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ് എം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടൂത്ത് ടേം ഓഫ് എക്സ് എം എന്ന് പറയുന്നത് ഒറിജിനൽ ടേമിൻ്റെ 2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലും വരുന്നത് 1 2 3 4 എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ടൂത്ത് ടേമിന് കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്തു? 2 + 2 എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇവിടുത്തെ ഇത് എന്തായിരുന്നു? ഏത് ടൈലായിരുന്നു? ടൂത്ത് ടൈൽ. അതായത് x2 ആണ്, എക്സ് എം എന്ന് പറയുന്നതിന് പകരം 2 ടൈലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും? 2 + 2 4th ടേം ആണ്, ഒറിജിനൽ സീക്വൻസിൻ്റെ 4th ടേം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇഫ് ക്യൂ ഗ്രേറ്റർ ദാൻ എം എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത് എമ്മിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ക്യൂത്ത് ടേം ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ മൈനസ് എംത്ത് ടേം ഓഫ് എക്സ് എം എന്നാണെന്ന് പറയും. ഓക്കെ, ഒന്നുമില്ല, തിരിച്ചു പറഞ്ഞതാണ്. എക്സ് എന്ന് പറയുന്ന ഇതാണ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ്, അതിൻ്റെ ക്യൂത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് എം എന്ന് പറയുന്ന സീക്വൻസിൻ്റെ എന്തായിട്ടും അതായിരിക്കും? ക്യൂ മൈനസ് എംത്ത് ടേം ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ വരച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സീക്വൻസ് എക്സ് കൺവേർജസ് ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈലും കൺവേർജസ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് എക്സ് കൺവേർജസ് ടു എക്സ്, എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എന്താണ്? കൺവേർജസ് ആണ് എന്നെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അതായത് എക്സ് കൺവേർജസ് ടു സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നതാണ് എടുത്തിരിക്കുന്നത്. മാറിപ്പോകരുത്, എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ആണ്, ഈ സ്മാൾ ലെറ്റർ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റ് പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k belongs to n such that mod xn minus x which is less than epsilon for all n greater than or equal to k എന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സീക്വൻസ് എക്സ് എന്ന് പറയുന്നതിലെ ഏതൊരു ടേം, എക്സ് എന്ന് പറഞ്ഞത് എന്താണ്? ഏതെങ്കിലും ഒരു ടേം ആണ് നമ്മൾ വെക്കുന്നത്. x1 x2 x3 x4 x അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഏതോ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർബിട്രറി ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേം എങ്ങനെയുള്ളതാണ്? ഒരു പെർട്ടിക്കുലർ കേക്ക് മുകളിലുള്ള എല്ലാ ടേമും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതായത് xn മൈനസ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിവിടെ എൻ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ k ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് mth ടൈലിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യണം? ആ k എന്ന് പറയുന്നത് k മൈനസ് എം ആയിട്ട് ചൂസ് ചെയ്യണം. ഇപ്പം നേരത്തെ നമ്മൾ ആ ഒരു ടേമത്തിന് പറഞ്ഞില്ലേ, അതായത് ക്യൂത്ത് ടേം ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്യൂ മൈനസ് mth ടേം ഓഫ് എക്സ് എം ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് എക്സ് എം പ്ലസ് എൻ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എപ്പോൾ
ഫോർ ഓൾ എൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് എം എന്ന്. അതായത് ഇവിടെ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മൈനസ് എം എന്ന് പറയുന്നത് നമ്മൾ ആ mth ടൈലിൻ്റെ കേസിൽ പറയുമ്പോൾ അത് എന്ത് കണ്ടീഷനോട് ഈക്വൽ ആയിട്ട് മാറുകയാണ്? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഈ സീക്വൻസിൻ്റെ കാര്യത്തിനോട് ട്രൂ ആയിട്ട് വരികയാണ്. ദെർഫോർ നമുക്ക് ആ കണ്ടീഷൻ പറയാൻ പറ്റും. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? എക്സ് എം എന്ന് പറയുന്ന സീക്വൻസിലെ ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും ആ ടേമിൻ്റെയും എക്സിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരുന്നു എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദാറ്റ് സീക്വൻസ് എക്സ് എം വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എം പ്ലസ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിമിറ്റ് എക്സ് എം വിൽ ബി ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ തിരിച്ചെങ്ങനെ എടുക്കുന്നത്? അതായത് ആ mth ടൈൽ എന്ന് പറയുന്നത് കൺവേർജസ് ആണ്. mth ടൈൽ കൺവേർജസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പറയണം ഒറിജിനൽ സീക്വൻസ് എന്ന് പറയുന്നതും കൺവേർജസ് ആയിരിക്കണം എന്ന്. അപ്പം അതിന് നമ്മൾ പറയുകയാണ് കോൺവേഴ്സ്ലി ലെറ്റസ് അസ്യൂം ദാൻ എക്സ് എം ഈക്വൽ ടു എക്സ് എം എന്ന് പറയുന്ന mth ടൈലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് എൻ പ്ലസ് എം, അതായത് ഫുൾ എഴുതിയിട്ടില്ല എന്നാണ്. എക്സ് എൻ പ്ലസ് എം സച്ച് ദാറ്റ് എൻ പ്ലസ് എം വിച്ച് ബിലോങ്സ് ടു എൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, which is converges to x. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? given any epsilon greater than 0 there exists a km belongs to n. അതായത് ഈ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. സച്ച് ദാറ്റ് എന്തായിരിക്കാം? മോഡ് എക്സ് എൻ പ്ലസ് എം മൈനസ് എക്സ് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് എം എന്ന് പറയുന്ന സീക്വൻസിൻ്റെ പീത്ത് ടൈലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാറുണ്ടായിരുന്നു? പി പ്ലസ് mth ടേം ഓഫ് എക്സ് എം ആയിരിക്കും. എക്സ് എന്നിൻ്റെ എക്സ് എമ്മിൻ്റെ പീത്ത് ടേം എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് എക്സിൻ്റെ എത്രാമത്തെ ടേം ആയിരിക്കും? പി പ്ലസ് mth ടേം ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം. സോ നമ്മൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എം പ്ലസ് എം എന്നെടുത്ത് നിൽക്കുന്ന ആ കണ്ടീഷൻ, അതായത് നമ്മൾ ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഫോർ ഓൾ എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് എം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കണ്ടീഷനിലോട്ട് നമുക്കത് വരികയാണ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ, അതായത് എൻ പ്ലസ് എമ്മിന് പകരം നമ്മൾ എൻ വെച്ച് റീപ്ലേസ് ചെയ്താലും എന്ത് തന്നെയായിരിക്കണം? ട്രൂ ആയിരിക്കണം. കാരണം എന്താണ്? ഈ കണ്ടീഷൻ വിൽ ബി ഇംപ്ലൈ ദാറ്റ് ദിസ് കണ്ടീഷൻ എന്ന് പറയുന്നത് വരും. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹെൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഡെഫിനിഷൻ പ്രകാരം, അതായത് ഇങ്ങനെയുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് ഓഫ് ദാറ്റ് സീക്വൻസ് വിൽ ബി ഈക്വൽ ടു എക്സ് എന്ന് പറയാൻ പറ്റും. ദെർഫോർ വി ക്യാൻ റൈറ്റ് ലിമിറ്റ് ഓഫ് എക്സ് എൻ വിൽ ബി ഈക്വൽ ടു എക്സ് എന്ന് പറയും. അപ്പം നമുക്ക് ഇനി രണ്ടും കൺക്ലൂഡ് ചെയ്യാം അല്ലേ? എന്താ നമുക്ക് തന്നെ എക്സ് എന്ന് പറയുന്ന ആ സീക്വൻസിൻ്റെയും എക്സ് എം എന്ന് പറയുന്ന ആ സെയിം സീക്വൻസിൻ്റെ ടൈല് എന്ന് പറയുന്നതും ഒക്കെ എന്ത് തന്നെയാണ്? സെയിം പോയിന്റിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ലിമിറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എം എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ഒരു റിമാർക്ക് എന്ന് പറയുന്നതാണ് എന്താണ്? അൾട്ടിമേറ്റ്ലി എക്സ് അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ഒരു സീക്വൻസ് എക്സ് അൾട്ടിമേറ്റ്ലി എന്നൊക്കെ എപ്പോഴാണ് പറയാമെന്ന് നോക്കിയാൽ എന്താ പറയുന്നത്? വി ഷാൾ സംടൈംസ് സേ that a sequence x ultimately have a certain property, some tail of x has this property. അതായത് അതിൻ്റെ ടൈലിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സീക്വൻസിനും എന്തായിരിക്കും? ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു സീക്വൻസ് എടുക്കുകയാണ്. എന്താണ്? 3 4 5 5 5 5 5 അതിൻ്റെ എല്ലാ ടേംസും ഇനി എന്താണ്? 5 ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയും. കാരണം എന്താ? ഇതിന് പെർട്ടിക്കുലർ ടൈൽ ഇപ്പോൾ നോക്കിക്കേ 2 ടൈലിന് ശേഷം അല്ലേ x2 ഒക്കെ എടുത്താലാണ് നമുക്ക് എന്ത് വരിക? ഫുള്ള് 5 5 5 5 എന്ന് പറയും. ഈ 5 5 5 5 അല്ലെങ്കിൽ 2 2 2 3 3 3 എന്നൊക്കെ എഴുതുന്ന സീക്വൻസിന് നമ്മളൊരു പേരിട്ട് വിളിച്ചിരുന്നു. എന്താണ് പേര്? കോൺസ്റ്റൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീക്വൻസ് അത് നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിനെ പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് എന്ന് നമ്മൾ പറയുകയാണ്. ഓക്കെ, ഇനി അതർ ഹാൻഡ് ദ സീക്വൻസ് 3 5 3 5 3 5 എന്ന് പറയുന്നത് ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻറ്റ്. ഇത് അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻ്റ് ആണ് അല്ല അല്ലേ? നമുക്ക് എന്താ ഒരു ടൈല് അങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ സെയിം നമ്പറിലോട്ടാണോ പോകുന്നത്? അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് എന്തല്ല? അൾട്ടിമേറ്റ്ലി കോൺസ്റ്റൻ്റ് അല്ല.
പിന്നെ അടുത്തത് ഒരു പോയിന്റ് നോട്ട് ആക്കിയിട്ട് പറയുകയാണ് എ സീക്വൻസ് എക്സ് കൺവേർജസ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ടേംസ് ഓഫ് ദാറ്റ് സീക്വൻസ് എക്സ് ആർ അൾട്ടിമേറ്റ്ലി കൺവേർജൻ ഇൻ എനി നൈബർഹുഡ് ഓഫ് എക്സ് അല്ലേ. ഒരു സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് എക്സിലോട്ട് കൺവേർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് എന്തായിരിക്കണം, അൾട്ടിമേറ്റ്ലി കൺവേർജസ് ആയിരിക്കണം. എവിടെ? ഇൻ എ നൈബർഹുഡ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡെഫിനേഷൻ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നമ്മൾ ബൗണ്ടഡ് സെറ്റ്സ് എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ. ഒരു സെറ്റ് എപ്പോഴാണ് ബൗണ്ടഡ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി പഠിക്കുകയാണ്. ഒരു നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സീക്വൻസിൻ്റെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സീക്വൻസ് എപ്പോഴാണ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഡെഫിനേഷനൊക്കെ പഠിക്കുമ്പോൾ പഠിക്കണം. ബൗണ്ടഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം പോയിട്ട് എഴുതില്ല ചെയ്ത് എന്തിൻ്റെ ബൗണ്ടഡ്നെസ് ആണെന്ന് നോക്കണം. ബൗണ്ടഡ് സെറ്റാണോ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ഡിഫൈൻ ബൗണ്ടഡ് സെറ്റ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫൈൻ ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന് ചോദിക്കാം, ചിലപ്പോൾ ബൗണ്ടഡ് സീക്വൻസ് എന്ന് ചോദിക്കാം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് മൂന്നെണ്ണത്തിൻ്റെയും ഡിഫറൻസ് അറിഞ്ഞ് പഠിക്കാം. ബൗണ്ടഡ് സീക്വൻസ് ആണോ, അല്ലെങ്കിൽ ബൗണ്ടഡ് സെറ്റ് ആണോ, അല്ലെങ്കിൽ ബൗണ്ടഡ് ഫംഗ്ഷൻസ് ആണോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ് അല്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നതാണ്. എ സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് എബോവ് if the range set of the sequence എന്ന് പറയുന്നത് that is xn is equal to set of all xn such that n belongs to n is bounded above, that is there exists a number m belongs to R such that xm which is less than or equal to m for all n belongs to n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ പറയുന്നത്, ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയണമെങ്കിൽ ആ സീക്വൻസിൻ്റെ റേഞ്ച് സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കണം, ബൗണ്ടഡ് എബോ, അല്ലെങ്കിൽ ആ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബോ ആയിരിക്കണം. അതായത് ആ റേഞ്ച് സെറ്റിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതെന്ന് പറഞ്ഞാൽ എമ്മിനേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനാണ് ഒരു സെറ്റ് ആദ്യം നമ്മൾ ബൗണ്ടഡ് ആണ് എന്ന് പഠിച്ചത് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ സീക്വൻസ് പറഞ്ഞ് നമ്മളിപ്പോൾ സീക്വൻസിൻ്റെ എലമെൻ്റ് ആണ് x1 x2 എക്സെട്രാ xn എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഈ എലമെൻറ്റോളിലൊക്കെ പിടിച്ച് നമ്മളൊരു സെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടു അല്ലേ. സെറ്റിൻ്റെ ഉള്ളിൽ x1 x2 x3 എക്സെട്രാ xn എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിലുള്ള ഓരോ x1ഉം x2ഉം അങ്ങനെയുള്ള xn ഒക്കെ എന്തായിരിക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു m എന്ന് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് എന്ന് പറയുന്നത്, അതായത് ആ റേഞ്ച് സെറ്റ് ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ അതായത് ഈ സീക്വൻസിൻ്റെ റേഞ്ച് സെറ്റാണ്. അപ്പോൾ ആ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണെന്നെങ്കിൽ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൗണ്ടഡ് എബോ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സിമിലർലി എന്താണ് ബൗണ്ടഡ് ബിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സീക്വൻസ് എക്സ് ഇസ് സെറ്റ് ടു ബി ബൗണ്ടഡ് ബിലോ ഇഫ് there exists a number m belongs to R such that xm which is greater than or equal to m for all n belongs to n എന്ന് പറഞ്ഞാൽ, അതായത് ദ റേഞ്ച് സെറ്റിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ബൗണ്ടഡ് എബോ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ബൗണ്ടഡ് ബിലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്തുകൂടി ചേർക്കണം, ഇഫ് ദ റേഞ്ച് സെറ്റ് ഓഫ് ദ സീക്വൻസ് ഇത് എന്ന് പറഞ്ഞാൽ ഈസ് ബൗണ്ടഡ് ബിലോ എന്ന് എഴുതണം. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എ നമ്പർ എം ബിലോങ്സ് ടു ആർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ചേർക്കണം കേട്ടോ. ഓക്കെ, എങ്ങനെ എഴുതണം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്ത് എ സീക്വൻസ് എക്സ് എൻ ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് ബിലോ ഇഫ് ദ റേഞ്ച് സെറ്റ് of the sequence that is set of all xn such that n belongs to n is bounded below if there exists a number m belongs to R such that xm greater than or equal to m എന്ന് പറയും. ഓക്കെ, എപ്പോഴാണ് ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് പറയാം, ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ആ സീക്വൻസ് ബൗണ്ടഡ് എബോ ആയിരിക്കണം, ബൗണ്ടഡ് ബിലോ ആയിരിക്കണം. അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസിൻ്റെ കൂടി നമ്മൾ ചേർത്ത് പറയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ്, എ സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ടു ബി ബൗണ്ടഡ് ഇഫ് there exists a real number m greater than 0 such that mod xn which is less than or equal to m for all n belongs to n എന്ന് പറയുന്നത്. അതായത് മോഡ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസിലെ ഓരോ എലമെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഏതായിരിക്കും x1 ഉണ്ടായിരിക്കും x2 ഉണ്ടായിരിക്കും, അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് എടുത്ത് ആ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ, എമ്മിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഏതെങ്കിലും ഒരെണ്ണത്തിന് മതിയോ, പോരാ, ആ സീക്വൻസിൽ എത്ര ടേം ഉണ്ടോ അത്രയും ടേമിന് ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതാണ് ഇവിടെ പറഞ്ഞത് ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ ഒരു നോട്ടായിട്ട് തന്നിട്ടുള്ളതാണ്.
ഫ്രം ദ എബോവ് ഡെഫിനിഷൻ ഇറ്റ് ഫോളോസ് ദറ്റ് എ സീക്വൻസ് ബൗണ്ടഡ് ഇഫ് ബോത്ത് ബൗണ്ടഡ് എബോവ് ആൻഡ് ബൗണ്ടഡ് ബിലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ദസ് എ സീക്വൻസ് എക്സിസ്റ്റ് ബൗണ്ടഡ് ഇഫ് ദ റേഞ്ച് സെറ്റ് എന്ന് പറയുന്നത് സെറ്റുകൾ എക്സ് എൻ സച്ച് ദാറ്റ് എൻ ബിലോങ്സ് ടു എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ദ ഇന്റർവൽ എന്തായിരിക്കണം, എം എം ഓഫ് ഫൈനൈറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമ്മൾ ബൗണ്ടഡ് ബിലോ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് എൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മാൾ ലെറ്റർ എം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൗണ്ടഡ് എബോ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അതായത് ആ റേഞ്ച് സെറ്റിലെ എല്ലാ എലമെൻസിനും എന്തുണ്ടായിരിക്കും, ഒരു ലോവർ ബൗണ്ടും ഒരു അപ്പർ ബൗണ്ടും ഉണ്ടാവുക. അതായത് എമ്മിൻ്റെയും ക്യാപിറ്റൽ ലെറ്റർ എമ്മിൻ്റെയും ഇടയിലാണ് റേഞ്ച് സെറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് അതാണ് പറയുന്നത്, ആസ് എ കോൺസിക്വൻസസ് ഓഫ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പർ എവറി സീക്വൻസ് വിച്ച് ഇസ് ബൗണ്ടഡ് എബോ ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും ആൻഡ് എവറി സീക്വൻസ് വിച്ച് ഇസ് ബൗണ്ടഡ് ബിലോ ഹാസ് എ ലീസ്റ്റ് ലോവർ ബൗണ്ട്. നമ്മൾ നേരത്തെ സെറ്റിൻ്റെ ഫംഗ്ഷൻസിൻ്റെയും അതുമാതിരി തന്നെ സെറ്റ്സിനൊക്കെ പറഞ്ഞ സമയത്ത് അതേമാതിരി ആ റിസൾട്ട്സ് ഒക്കെ എന്തിനു കൂടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, സീക്വൻസസിൻ്റെ കാര്യത്തിലും ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പം നമ്മൾ എന്താണ് ബൗണ്ടഡ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, ബൗണ്ടഡ് എബോ ആയിട്ടുള്ള സീക്വൻസ്, ബൗണ്ടഡ് ബിലോ ആയിട്ടുള്ള സീക്വൻസ്. നമ്മളോട് അതിന് എക്സാമ്പിൾസും ചോദിക്കും അല്ലേ. അപ്പോൾ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ബൗണ്ടഡ് എബോ സീക്വൻസ് അല്ലെങ്കിൽ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ബൗണ്ടഡ് ബിലോ സീക്വൻസ്. വെറുതെ പഠിച്ചാൽ പോരല്ലോ, നമുക്ക് അങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ വേണമെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ദ സീക്വൻസ് 1/n ഈസ് ബൗണ്ടഡ് ബിലോ ആൻഡ് ബൗണ്ട് എബോ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞു. അപ്പോൾ സീക്വൻസ് 1/n എന്ന് പറയുന്നത് ബൗണ്ടഡ് എബോ ആൻഡ് ബൗണ്ടഡ് ബിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് 1/n അത് എഴുതുമ്പോൾ നമ്മളെങ്ങനെ പറഞ്ഞു, 1, 1/2, 1/3, 1/4 എക്സെട്ര 1/100 എക്സെട്ര 1/1000 അങ്ങനെ പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഈ ടൈലൊക്കെ എന്തിലോട്ട് അപ്രോച്ച് ചെയ്യുക, അവസാനത്തുള്ള സീറോയിലോട്ടാണ് അപ്രോച്ച് ചെയ്യാറ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഈ 1/n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ എല്ലാ എലമെൻറ്റ്സും എന്തായിട്ട് വരും, 0 ലെസ് ദാൻ ഈ എക്സ് 1/n എന്ന് പറയുന്ന സീക്വൻസിന് ഇതാണ് x1, ഇത് x2, ഇത് x3, x4 ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ അതിനെ ജനറലി എക്സ് എൻ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വിച്ച് ഇസ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായി 1/n എന്ന് പറയുന്ന സീക്വൻസിലെ എല്ലാ എലമെൻറ്റ്സും എന്തിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്, 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് എന്തായിരിക്കും, ബൗണ്ടഡ് എബോ ആണ്. കാരണം എന്താ, എക്സം വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം, ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എം എന്തായിരുന്നു 1. പിന്നെ അതേമാതിരി തന്നെ എന്തായിരിക്കും 0 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് എൻ അല്ലേ, ഇവിടെ എന്തായിരുന്നു സ്മാൾ ലെറ്റർ എം. അപ്പോൾ ഇത് ബൗണ്ടഡ് ബിലോ ആണ്, ബൗണ്ടഡ് ബിലോ ബൈ 0 ആൻഡ് ബൗണ്ടഡ് എബോ ബൈ 1 ആണ്. സോ ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ആൻഡ് 0 എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ് എന്ന് പറയുന്നത് അല്ലേ. ഇത്ര കാര്യമുള്ളൂ. നോ 1 എൻ എലമെൻറ്റ് ഓഫ് ദ സീക്വൻസ് ആൻഡ് 0 ഈസ് ദ എലമെൻറ്റ് ഓഫ് ദ സീക്വൻസ്. ഇവിടെ രണ്ടും 0യും 1 ഒക്കെ എന്ത് തന്നെയാണ്, എലമെൻറ്റ് ഓഫ് ദി സീക്വൻസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തൊരു സീക്വൻസ് പറയുന്നത് സീക്വൻസ് എൻ എന്ന് പറയുന്നത് ഈ സീക്വൻസ് ബൗണ്ടഡ് ബിലോ ആണ്, പക്ഷെ ബൗണ്ടഡ് എബോ അല്ല എന്ന് പറയുന്നത്. കാരണം എന്താ, നമ്മൾ സീക്വൻസ് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു 1, 2, 3, 4, 5, 6 എക്സെട്ര പിന്നെ നമുക്ക് എബോ എന്താന്ന് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തല്ല, ബൗണ്ടഡ് എബോ അല്ല, ബൗണ്ടഡ് ബിലോ ആണ്. എന്താണ്, എല്ലാ ടേംസും എന്തായിരിക്കും, 1നേക്കാൾ വലുതോ അല്ലെങ്കിൽ 1 ഈക്വലോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ്, ബൗണ്ടഡ് ബിലോ ആണ്. അപ്പോൾ ഇത് ബൗണ്ടഡ് ബിലോ ആണ്, പക്ഷെ എന്തല്ല, ബൗണ്ടഡ് എബോ അല്ല. അതുകൊണ്ട് ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു ബൗണ്ടഡ് സീക്വൻസിന് എക്സാമ്പിൾ ആവുള്ളൂ. അപ്പോൾ ഇത് എന്തല്ല, ബൗണ്ടഡ് സീക്വൻസിന് എക്സാമ്പിൾ അല്ല. അപ്പോൾ ഒരു ബൗണ്ടഡ് സീക്വൻസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതാ പറയേണ്ടത്, സീക്വൻസ് 1/n വിച്ച് ഇസ് ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ബൗണ്ടഡ് എബോ ആയിട്ടുള്ള ഒരു സീക്വൻസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞാലും 1/n കൊടുക്കാം. ബൗണ്ടഡ് ബിലോ മാത്രമായിട്ടുള്ള സീക്വൻസിന് എക്സാമ്പിൾ പറയാം, ബൗണ്ടഡ് എബോവും ബൗണ്ടഡ് ബിലോ ഒക്കെ പറയാൻ പറയുമ്പോൾ 1/n പറയാം. ഇനി നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ സീക്വൻസ് വിച്ച് ഈസ് ബൗണ്ടഡ് ബിലോ ബട്ട് നോട്ട് ബൗണ്ടഡ് എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സീക്വൻസ് കൊടുക്കണം, ദ സീക്വൻസ് എൻ എന്ന് പറയണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ സീക്വൻസ് വിച്ച് ഈസ് നെയ്തർ ബൗണ്ടഡ് എബോ നോർ ബൗണ്ടഡ് ബിലോ, ബൗണ്ടഡ് എബോ അല്ല ബൗണ്ടഡ് ബിലോ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സീക്വൻസ്, അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ സീക്വൻസ് -1 ഓൾ പവർ n എന്ന് പറഞ്ഞു. അത് ബൗണ്ടഡ് എബോ അല്ല, അതേമാതിരി തന്നെ ബൗണ്ടഡ് ബിലോ അല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പോയി, ബൗണ്ടഡ് അല്ലാത്തൊരു സീക്വൻസിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കൊടുക്കുക, അതായത് xn is equal to സീക്വൻസ് n എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ടേംസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കണം അല്ലേ. ഇത് പറയുമ്പോൾ എങ്ങനെ വരിക, -1 ഓൾ പവർ 1 × 1, -1 ഓൾ പവർ 2 × 2, അതുമാതിരി തന്നെ -1 ഓൾ പവർ 3 × 3 ഇങ്ങനെയൊക്കെ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, -1 വരും, പിന്നെ എന്ത് വരും, 2 വരും, -3 വരും, അടുത്ത ടേം എന്ത് വരും, 4 വരും, പിന്നെ എന്ത് വരും, -5 വരും. അപ്പോൾ നോക്കിക്കേ, ഇത് നമുക്ക് എന്താണ്, ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ്
ബിലോ ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ബൗണ്ടഡ് എബോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. കാരണം നോക്കിക്കേ, ഇവിടെ ഏറ്റവും ചെറുത് -1 ആണെന്ന് പറയാൻ പറ്റില്ല, പിന്നെ -5 വരുന്നുണ്ട്. ഇനി മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്ത് വരും, അതായത് ഒരു -105 ഒക്കെ വരും. അപ്പോൾ നമുക്കിത് ഏറ്റവും ചെറിയ, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സീക്വൻസ് ഒരു ചെറിയ എലമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സീക്വൻസിലെ എല്ലാ എലമെൻറ്റും ഇന്ന എലമെൻറ്റിനേക്കാളും ചെറുതാണ് അല്ലെങ്കിൽ ഇന്ന എലമെൻറ്റിനേക്കാളും വലുതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതും പഠിച്ചു വെക്കുക എക്സാമ്പിളായിട്ട്. ഇനി അടുത്ത കാര്യം പറയുന്നത് ദ സീക്വൻസ് -1 ഓൾ പവർ എ എന്ന് പറയുന്നത് അതും കൺവേർജൻ്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ബൗണ്ടഡ് എബോ ആൻഡ് ബൗണ്ടഡ് ബിലോ ആണ് വേണ്ടത്. അപ്പോൾ ഒരു ബൗണ്ടഡ് സീക്വൻസ് എന്നതിന് എക്സാമ്പിൾ പറയാൻ പറ്റും വിച്ച് ഈസ് നോട്ട് കൺവേർജൻ. ഇങ്ങനെ ചോദിക്കാം, ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ബൗണ്ടഡ് സീക്വൻസ് വിച്ച് ഈസ് നോട്ട് കൺവേർജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, -1 ഓൾ പവർ എൻ. ഇത് എന്തുകൊണ്ടാണ് ബൗണ്ടഡ് എബോം ബൗണ്ടഡ് ബിലോ ഒക്കെ ആയി നോക്കിക്കേ, -1 ഓൾ പവർ 1, -1 ഓൾ പവർ 2, -1 ഓൾ പവർ 3 ഇങ്ങനെ പറയാം. അപ്പോൾ ഇതിൻ്റെ എലമെൻ്റ് അതിൻ്റെ ഒരു -1, -1, -1, -1 ഇങ്ങനെ വരിക അല്ലേ. അപ്പോൾ ഇതിലെ എല്ലാ എലമെൻറ്റും എന്താണ് നമുക്ക് പറയാൻ പറ്റും, 1-നേക്കാൾ താഴെയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് 1 എന്ന് പറയുന്നതിൻ്റെ എന്താണ്, അപ്പർ ബൗണ്ട് ആണ്. അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ആ സെറ്റ് നമുക്ക് എന്താ പറയാം, ബൗണ്ടഡ് ബിലോ ആണ്. പിന്നെ ഇതിലെ എല്ലാ എലമെൻറ്റും -1-നേക്കാളും വലുതാണ് അല്ലേ, -1 ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ്. അപ്പോൾ -1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോവർ ബൗണ്ട് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ആ ലോവർ ബൗണ്ട് ആണ്, അപ്പോൾ അത് ബൗണ്ടഡ് ബിലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള എല്ലാ ടേംസും നമുക്ക് എന്തിൻ്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്, -1-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്. ഒരു ഗിവൻ എക്സാമ്പിൾ ഫോർ എ ബൗണ്ടഡ് സീക്വൻസ് വിച്ച് ഈസ് നോട്ട് കൺവേർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക, -1 ഓൾ പവർ n. എക്സാമ്പിൾസ് ഒക്കെ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 1 വെയിറ്റേജിൽ നമ്മളോട് നന്നായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ.